നിയമസഭാ ചരിത്രത്തിൽ മാത്രമല്ല ലോക്സഭയുടെ ചരിത്രത്തിലും എഴുതപ്പെട്ട പേരാണ് ആർ ബാലകൃഷ്ണപിള്ളയുടേത്. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ ജയം. ലോക്സഭാ കാലാവധി തീരുന്നതിന് മുൻപ് കേരളത്തിൽ തിരിച്ചെത്തി സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായെന്ന പ്രത്യേകതയും ബാലകൃഷ്ണപിള്ളയ്ക്കുണ്ട്. 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPI കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ പ്രമുഖനെ മത്സരിപ്പിക്കാൻ മുന്നണി തീരുമാനിച്ചു. അങ്ങനെ ആർ ബാലകൃഷ്ണപിള്ള ലോക്സഭയിലേക്ക് കന്നിയംഗം കുറിച്ചു. 55,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം കൈപ്പിടിയിലൊതുക്കി. ജനങ്ങളുടെ ഒരു ഉത്സവം. സ്ഥാനാർത്ഥി പൈസ ചെലവാക്കത്തൊന്നുമില്ല. ആകപ്പാടെ ഞാൻ ഉപയോഗിച്ചത് അന്നൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള നിയോജകമണ്ഡലമാണ്. റോഡൊന്നുമില്ല, ഒരുപാട് നടക്കുക. അതായത് ഇന്നത്തെ പത്തനാപുരത്തിനോടൊപ്പം കൊട്ടാരക്കരയുടെ ഒരു പഞ്ചായത്തും പുനലൂരിൻ്റെ തെമ്മല ഏറിയായും ഉൾപ്പെടുന്ന നിയോജകമണ്ഡലമാണ്. അപ്പോൾ നദികളും തോടുകളും ഒക്കെ ധാരാളമുള്ളതാണ്. അവിടെ പാലമൊന്നുമില്ല. പാലമൊക്കെ വരാൻ തുടങ്ങിയ ഞാൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ബാലകൃഷ്ണപിള്ള ഓർത്തെടുക്കുന്നു. അന്നത്തെ കണക്കനുസരിച്ചെടുത്താൽ ഒരു 50,000 രൂപ താഴെയായിട്ടുള്ളൂ. ഇത്രയും വലിയൊരു നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്. ബാക്കിയൊക്കെ ജനങ്ങളാണ് ചിലവാക്കുന്നത്. നമ്മൾ ചിലവാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെയൊക്കെ ചെലവും ഒക്കെ ഉള്ളതുള്ളൂ. ആഹാരം പോലും ജനങ്ങളാണ് തരുന്നത്. ഇന്ന് ഹോട്ടലുകളൊന്നുമില്ല കോൺസ്റ്റുവൻസിയിൽ. എവിടുന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. ചായക്കടയിൽ കയറി പുട്ടോ ദോശയോ ഒക്കെ രാവിലെ ചുട്ടുവെച്ചതാണ്. മികച്ച പ്രാസംഗികർക്കും അന്ന് തിരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം, രസകരമാണ് ഇന്നത് പറഞ്ഞാൽ. സ്ഥാനാർത്ഥിക്ക് സംസാരിക്കാൻ അറിയാമോ എന്നുള്ളതാണ്. പ്രസംഗം അറിയാമോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാന കാര്യം. നിയമസഭയിൽ പോയാൽ പ്രസംഗിക്കൂ. ഞാനതിലൊട്ടും മോശമല്ലായിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനൊരു പ്ലസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്നേക്കാൾ പ്രസംഗിക്കുന്ന ആളായിരുന്നു. എൻ്റെ അധ്യാപകനും കൂടായിരുന്ന ആളാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. 1975 നവംബറിൽ ബാലകൃഷ്ണപിള്ള സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. ലോക്സഭാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി. പിന്നീട് ഒരിക്കൽ പോലും ബാലകൃഷ്ണപിള്ള ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ലോക്സഭയിലേക്ക് പിന്നീട് മത്സരിച്ചില്ലെങ്കിലും ആർ ബാലകൃഷ്ണപിള്ള മുന്നണി സ്ഥാനാർത്ഥികളുടെ മുഖ്യ പ്രചാരകനായിരുന്നു. മീഡിയ 1 കൊല്ലം.